മുരളി നെല്ലനാട് നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മായാദേവി എഴുതിയ പൊന്നുരുകും പൂക്കാലം, അദ്ധ്യായം 4. ഇന്ന് പോയേ പറ്റൂ. നാളെ യൂണിയൻ നേതാക്കളുമായി മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. ലാലിച്ചനും വലിയ വിഷമത്തിലാ. അഞ്ജലിക്ക് കേൾക്കാൻ മാത്രം ഒച്ചയിൽ ഉദയൻ പറഞ്ഞു. ഇനി ഞാനെന്ത് പറയാനാ? അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു. കൊയിലാണ്ടിയിൽ നിന്ന് കാർ നമ്പ്രത്ത് കരയിലേക്ക് തിരിഞ്ഞു. കനാലിനോട് ചേർന്ന് ടാറിട്ട റോഡിലൂടെ കാർ ഓടി. പുതിയ തൃക്കോവിൽ ശിവക്ഷേത്രം കഴിഞ്ഞുള്ള ഇടവഴി തിരിഞ്ഞപ്പോൾ ഉദയൻ്റെ വീടായി. തുറന്നു കിടന്ന ഗേറ്റ് കടന്ന് വീടിന് മുന്നിലെ പന്തലിനടുത്ത് കാർ നിന്നു. ചെറിയൊരാൾക്കൂട്ടം മുറ്റത്തും പന്തലിലും ഉണ്ടായിരുന്നു. ആരോ വന്ന് അഞ്ജലി ഇരുന്ന ഭാഗത്തെ ഡോർ തുറന്നു. അവൾ കാറിൽ നിന്നിറങ്ങി. മോനിച്ചൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നിറങ്ങി. ഉദയൻ്റെ അടുത്ത് വന്നു. 35 വയസ്സ് മതിക്കും മോനിച്ചന്. നമ്മളിന്ന് തിരിച്ചു പോകുന്നില്ലേ സാർ? പോകണം, വൈകുന്നേരം തിരിക്കാം. അതുവരെ മോനിച്ചൻ ഇന്നലെ താമസിച്ച റൂമിലേക്ക് ചെന്ന് വിശ്രമിക്ക്. അത് വേണ്ട, ഞാൻ കാറിലുണ്ടാവും. കത്തിച്ച നിലവിളക്കുമായി ഉദയൻ്റെ അമ്മ ചന്ദ്രപ്രഭയും അനിയത്തി കുട്ടികളായ സുജയും പൂജയും ഏതാനും സ്ത്രീകളും പന്തലിലേക്കിറങ്ങി. ഉദയൻ അഞ്ജലിയെ കൂട്ടി അങ്ങോട്ട് ചെന്നു. ചന്ദ്രപ്രഭ അഞ്ജലിയുടെ നെറ്റിയിൽ ചന്ദനം തൊട്ടു. നിലവിളക്ക് വാങ്ങി വലതുകാല് വെച്ച് കയറുമോളെ. അഞ്ജലി കുനിഞ്ഞും ചന്ദ്രപ്രഭയുടെ പാദങ്ങളിൽ തൊട്ട് വന്ദിച്ച് നിലവിളക്ക് വാങ്ങി. കയറി വാ. മറ്റുള്ളവർ വഴി ഒഴിഞ്ഞു നിന്നു. വലത് പാദം ഊന്നി അഞ്ജലി ഭർത്തൃഗൃഹത്തിൽ പ്രവേശിച്ചു. പിന്നാലെ ഉദയനും മറ്റുള്ളവരും. വലിയ ഹോളും 3 മുറികളുമുള്ള വീടായിരുന്നു അത്. സുജയും പൂജയും കൂടി അഞ്ജലിയെ പൂജാമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ നിലവിളക്ക് വെച്ച് അഞ്ജലി തൊഴുതു. ചേച്ചി വാ, മുറി കാണിച്ചു തരാം. പൂജ അഞ്ജലിയുടെ കൈ പിടിച്ചു. ഉദയൻ്റെ മുറിയിലേക്കാണ് അനിയത്തിമാർ അവളെ കൊണ്ടുപോയത്. ഇതാ നിങ്ങളുടെ മുറി. ചിരിച്ചുകൊണ്ട് സുജ അവളുടെ ചുമലിൽ പിടിച്ചു. ഇന്ന് തന്നെ ഉദയേട്ടൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകുമെന്നാ പറയുന്നത്. വിഷമത്തോടെ അഞ്ജലി പറഞ്ഞു. ഏട്ടൻ പോണെങ്കിൽ പോട്ടെ, ചേച്ചി വരില്ലെന്ന് പറ. 2 ദിവസം കഴിയാതെ അഞ്ജലി ചേച്ചി ഞങ്ങൾ വിടില്ല. പൂജ അവളെ ചുറ്റിപ്പിടിച്ചു. ഉദയേട്ടനെയും അഞ്ജലി ചേച്ചിയെയും ഒന്നിച്ചു കാണണമെന്ന് എത്ര കൊതിച്ചതാ ഞങ്ങൾ. 2 ദിവസമെങ്കിലും അഞ്ജലി ചേച്ചിക്ക് ഞങ്ങളുടെ കൂടെ നിന്നൂടെ? സുജ കെഞ്ചി. ഞാൻ അങ്ങനെ ആഗ്രഹിക്കാഞ്ഞിട്ടാണോ മോളെ? ഉദയേട്ടൻ ഓരോരോ തിരക്കുകൾ പറയുക. ഞാൻ എന്ത് ചെയ്യും? അഞ്ജലി അവരുടെ സ്നേഹത്തിന് മുന്നിൽ നിസ്സഹായിയായി. ഈ വീട്ടിൽ തന്നെ നമ്മൾ എത്ര കാലം ഉണ്ടാവുമെന്നറിയില്ല. ഈ സമയത്താണെങ്കിലും ഏട്ടന് മനസ്സ് വരില്ലെന്ന് വെച്ചാൽ എന്തു ചെയ്യും? വാശി തീർക്കുക ഏട്ടൻ. സുജയുടെ കണ്ണുകൾ നിറഞ്ഞു. അവരെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അഞ്ജലിക്ക് അറിയില്ലായിരുന്നു. അപ്പുവിനെ പോലെ കുട്ടിക്കാലം മുതലേ തൻ്റെ വിരൽത്തുമ്പിൽ പിടിച്ചു നടന്ന കുട്ടികളാണ്. സുജിക്ക് 9ഉം പൂജയ്ക്ക് 6 വയസ്സുള്ളപ്പോഴാണ് അയൽവീട്ടിൽ നിന്ന് അവർ കൊയിലാണ്ടിയിലേക്ക് പോയത്. ചന്ദ്രപ്രഭ മുറിയുടെ വാതിക്കൽ വന്നു. അവൾ ഡ്രസ്സ് മാറട്ടെ, നിങ്ങളിങ്ങ് പോ പിള്ളേരെ. അഞ്ജലി ചേച്ചി ഡ്രസ്സ് മാറിയിട്ട് വാ. ഡ്രസ്സ് അലമാരയിലുണ്ട്. 2 ആളും പുറത്തിറങ്ങി വാതിൽ ചാരി. കൂട്ടിയിട്ട ശേഷം നീലക്കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് അഞ്ജലി നിന്നു. ഉദയൻ അണിയിച്ച താലിമാല അവൾ പിടിച്ചുയർത്തി. 10 ലക്ഷം രൂപയുടെ കടബാധ്യത ചുമലെടുത്തപ്പോഴാണ് ഈ താലിമാല കഴുത്തിൽ വീണത്. ഒരു മഞ്ഞച്ചരടിൽ ഉദയേട്ടൻ തൻ്റെ കഴുത്തിൽ ഈ താലി ചാർത്തിയിരുന്നെങ്കിൽ അതായിരുന്നു തൻ്റെ ജന്മസാഫല്യം. അവൾ ആഭരണങ്ങൾ ഒന്നൊന്നായി അഴിച്ചു വെച്ചു. അതെല്ലാം സൂട്ട് കേസിലാക്കി വെച്ചു. അലമാരയിൽ 3-4 സാരികൾ കണ്ടു. അതിലൊന്നെടുത്ത് അവൾ ഡ്രസ് ചേഞ്ച് ചെയ്തു. അപ്പോഴും ഉദയനെ കാണാതിരുന്നപ്പോൾ അവൾ മുറി വിട്ടിറങ്ങി. അന്ന് തന്നെ ഊട്ടിയിലേക്ക് പോകുന്നതിൻ്റെ ഔചിത്യമില്ലായ്മയായിരുന്നു എല്ലാവരും പ്രകടിപ്പിച്ചത്. തനിക്കതിൽ ഒരു പങ്കുമില്ലെന്ന മട്ടിൽ അഞ്ജലി നിന്നു. ഉദയൻ കാര്യകാരണ സഹിതം എല്ലാവരുടെയും നാവടപ്പിച്ചു. 3 മണിയായപ്പോൾ അഞ്ജലിയുടെ വീട്ടിൽ നിന്ന് ബന്ധുക്കളെല്ലാവരും വിരുന്നു വന്നു. സുധാകരന് യാത്ര ചെയ്യുവാൻ കഴിയില്ലാത്തതിനാൽ അയാൾ മാത്രം വന്നില്ല. അച്ഛനെ ഒന്ന് കാണാതെ പോകുന്നതിൻ്റെ സങ്കടം അഞ്ജലിക്കുണ്ടായിരുന്നു. അപ്പു അവളുടെ അടുത്തേക്ക് വന്നു. എനിക്ക് കൊച്ചേച്ചിയോട് ഒരു കാര്യം പറയാനുണ്ട്, ഒന്ന് പുറത്തേക്ക് വാ. അവൻ പന്തൽ വിട്ട് മുറ്റത്തേക്ക് അരികിലേക്ക് പോയി. അഞ്ജലി അങ്ങോട്ട് വന്നു. കൊച്ചേച്ചി ഇട്ടു തന്ന കാശിൽ ഇനി 6000 രൂപ മാത്രമേ ഉള്ളൂ. കണക്ക് ചോദിക്കാതെ കൊടുക്കാൻ പറഞ്ഞിട്ടാ സതീശൻ ചേട്ടൻ ചോദിക്കുമ്പോഴൊക്കെ ഞാൻ പണം കൊടുത്തത്. അഞ്ജലി ചിരിച്ചു. കല്യാണത്തിന് 10 ലക്ഷം രൂപ വരവ് വച്ചതല്ലേ മോനെ. സതീശൻ ചേട്ടനൊരു നീരസവും ഉണ്ടാവണ്ട. പൊന്നു മുതൽ പൂവ് വാങ്ങിയതിന് വരെ സതീശേട്ടൻ കമ്മീഷൻ വാങ്ങിയിട്ടുണ്ട്. 1000 പേർക്കുള്ള സദ്യ എന്ന് പറഞ്ഞിട്ട് 400 പേർക്കാ കൊടുത്തത്. ഞാനത് ചോദിച്ചപ്പോൾ
ആള് വരാത്തത് എൻ്റെ കുറ്റമാണോ എന്ന് തട്ടിക്കേറി. നീ അത് വിട്ടേക്ക്. മുന്നിൽ നിന്ന് നടത്താൻ ഒരാൾ വേണ്ടതല്ലേ? പിന്നെ സതീശൻ ചേട്ടൻ്റെ സ്വഭാവം നമുക്ക് നേരത്തെ അറിയില്ലേ? അവൻ്റെ മനസ്സിനെ മറ്റെന്തൊക്കെയോ അലട്ടുന്നുണ്ടെന്ന് അഞ്ജലിക്ക് തോന്നി. എന്താ അപ്പൂ? കൊച്ചേച്ചിയോട് എനിക്കത് പറയാതിരിക്കാനാവില്ല. സതീശൻ ചേട്ടൻ വെറുതെ നമ്മളെ സഹായിക്കാൻ ഓടി വന്നതല്ല. 25 പവൻ്റെ സ്വർണം കൊടുത്ത് കല്യാണം നടത്തി കൊടുക്കാൻ സതീശൻ ചേട്ടന് ഉദയേട്ടൻ നല്ലൊരു തുക കമ്മീഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അഞ്ജലിക്ക് കാതുകളെ വിശ്വസിക്കാനായില്ല. നിന്നോട് ആരാ അത് പറഞ്ഞത്? വല്യേച്ചിയും സതീശൻ ചേട്ടനും ഫോണിൽ സംസാരിക്കുന്നത് കേട്ടതാ. വല്യേച്ചി സമ്മതിക്കുകയും ചെയ്തു. അതേപ്പറ്റി അനിതയോട് സംസാരിച്ച കാര്യവും അനിത പറഞ്ഞ മറുപടിയും അപ്പു അവളെ ധരിപ്പിച്ചു. ഉദയേട്ടൻ അങ്ങനെ പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവിശ്വസനീയതയോടെ അഞ്ജലി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇതൊരു ഒത്തുകളിയാണ്. സതീശൻ ചേട്ടൻ വന്ന് ആവേശം കാണിച്ചപ്പോഴേ നമുക്ക് സംശയം തോന്നിയതല്ലേ? ചെറിയ തുകയൊന്നുമല്ല സതീശൻ ചേട്ടൻ ഉദയേട്ടന് കൊടുക്കുന്നത്. ലോറി വാങ്ങുന്ന കാര്യമൊക്കെ വല്യേച്ചി സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. അങ്ങനെ കല്യാണം നടത്തി ഉദയേട്ടന് എന്ത് നേട്ടമാ ഉണ്ടാവാൻ പോകുന്നത്? അഞ്ജലി പകച്ചു നിന്നു. കൊച്ചേച്ചിയുടെ സ്വർണം വിറ്റ് കുറച്ച് കടം വീട്ടാനുള്ള ഉദ്ദേശം ഉദയേട്ടന് കാണും. 5-6 ലക്ഷം കൊണ്ട് എന്ത് കടം വീട്ടാനാ? കുറച്ച് തുകയെങ്കിലും അതുകൊണ്ട് അടച്ചൂടെ? അതിന് ഇങ്ങനെ ഒരു വളഞ്ഞ വഴി ഉദയേട്ടൻ പിടിക്കില്ല. വീട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി സ്ത്രീധനം ആവശ്യപ്പെട്ടതുമല്ല. ഉദയേട്ടൻ്റെ അമ്മയും അനിയത്തിമാരും അത്തരക്കാരല്ല. കടം വാങ്ങി മൂടിയായി കല്യാണം വേണ്ടിയിരുന്നില്ലെന്ന് ഇന്ന് അമ്പലത്തിൽ വെച്ച് ഉദയേട്ടൻ്റെ അമ്മ എന്നോട് പറഞ്ഞതാ. ഉദയേട്ടൻ എന്തോ മനസ്സിൽ കാണുന്നുണ്ട്, അതുറപ്പാ. കൊച്ചേച്ചി ഒന്ന് അറിഞ്ഞതായി ഭാവിക്കരുത്. ഞാൻ കാരണം നിങ്ങൾ സംസാരിച്ച് മുഷിയരുത്. എനിക്കത് താങ്ങാൻ കഴിയില്ല. കൊച്ചേച്ചിയെ മറച്ചു വയ്ക്കാൻ കഴിയാഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞു പോയത്. യാചനയോടെ അവൻ നിന്നു. മോൻ അതോർത്ത് വിഷമിക്കണ്ട. ഞാനൊന്നും അറിഞ്ഞതായി നടിക്കില്ല. ഉദയേട്ടൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടത് പറയുക തന്നെ ചെയ്യും. അപ്പൂന് സമാധാനമായി. കൊച്ചേച്ചി അങ്ങോട്ട് ചെല്ല്. അഞ്ജലി അവൻ്റെ ശിരസിൽ തഴുകി. പഠിപ്പിൻ്റെ കാര്യമൊന്നോർത്തും മോൻ ടെൻഷനാവണ്ട. എന്താവശ്യമുണ്ടായാലും മടിക്കാതെ കൊച്ചേച്ചിയോട് പറഞ്ഞാൽ മതി. അപ്പൂവിൻ്റെ കണ്ണുകളിൽ നനവ് പടർന്നു. അവിടെ ചെന്നിട്ട് ഞാൻ വിളിക്കാം. ഞാൻ വരും കൊച്ചേച്ചി. എനിക്കിവിടെ വന്ന് കൊച്ചേച്ചിയെ കണ്ടാലേ സമാധാനമാവൂ. അഞ്ജലി മന്ദഹസിച്ചു. പന്തലിൽ നിന്ന് ആരോ പേരെടുത്ത് വിളിച്ചപ്പോൾ അഞ്ജലി അങ്ങോട്ട് നീങ്ങി. 5 മണിയോടെ അഞ്ജലിയുടെ ബന്ധുക്കൾ തിരിച്ചുപോയി. അടുത്ത സുഹൃത്തുക്കളായി ഉദയൻ പന്തലിൽ സംസാരിച്ചിരുന്നു. ആളുകളൊക്കെ പിരിഞ്ഞു തുടങ്ങി. അഞ്ജലിയും സുജയും പൂജയും മുറിയിലായിരുന്നു. ചന്ദ്രപ്രഭ അങ്ങോട്ട് വന്നു. അഞ്ജലി എഴുന്നേറ്റപ്പോൾ ചന്ദ്രപ്രഭ അവളെ പിടിച്ച് അടുത്തിരുത്തി. സന്തോഷവും സമാധാനവും ഉള്ള ഒരു ജീവിതം മോൾക്ക് കിട്ടുമെന്ന പ്രതീക്ഷയൊന്നും അമ്മയ്ക്കില്ല. ഒരു ചുഴിയിൽ മുങ്ങി താഴുമ്പോഴാ അവൻ നിന്റെ കയ്യിലും പിടിച്ചത്. നിന്നെ കൂടി ഒഴിവാക്കി കൂടെയെന്ന് ഞാൻ അവനോട് ചോദിച്ചതാ മോളെ. ചന്ദ്രപ്രഭയുടെ തൊണ്ടയിടറി. കണ്ണുകളിൽ നിന്ന് നീർത്തുള്ളികൾ കവിളിലേക്ക് അരിച്ചു വന്നു. അമ്മ എന്തിനി അതൊക്കെ പറയുന്നത്? അഞ്ജലി ചേച്ചി ഇപ്പോൾ ഉദയേട്ടൻ്റെ ഭാര്യയാ, സുജ ഓർമ്മപ്പെടുത്തി. നിന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല മോളെ അമ്മ അങ്ങനെ പറഞ്ഞത്. നീ എൻ്റെ മനസ്സിൽ മരുമകളായി കഴിഞ്ഞതാ. നിന്നെയെങ്കിലും അവന് വെറുതെ വിടാമായിരുന്നു. ഈ 2 പെൺകുട്ടികളുടെ വിധിയോ അങ്ങനെയായി. 10 ലക്ഷം രൂപ വീതം പെൺമക്കളുടെ പേരിൽ ഉണ്ടാക്കി വെച്ചിട്ടാ അവരുടെ അച്ഛൻ പോയത്. ആ പണവും അവൻ കൊണ്ടുപോയി തുലച്ചു. കുടുംബത്തിൻ്റെ അടിത്തറ തോണ്ടിയതോ പോകട്ടെ, അവൻ്റെ മുന്നിൽ കെട്ടുപ്രായം കഴിഞ്ഞു നിൽക്കുന്ന 2. ആ ബോധം പോലും അവനില്ല. ചന്ദ്രപ്രഭ ചുണ്ടുകൾ കടിച്ചമർത്തി കരഞ്ഞു. അമ്മയൊന്നും ദയവായി നിർത്ത്. ഈ ദിവസത്തെക്കുറിച്ചൊരു ബോധം അമ്മയ്ക്കില്ലാതായി പോയല്ലോ. അവരിന്ന് പോകാൻ നിൽക്കുക. ഉദയേട്ടനല്ലാതെ മറ്റൊരാൾ ഈ ജന്മം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. എങ്കിലും ഉദയേട്ടനോട് ഞാൻ പറഞ്ഞതാ ഇങ്ങനൊരു സാഹചര്യത്തിൽ വിവാഹം വേണ്ടെന്ന്. എൻ്റെ എതിർപ്പ് കാരണം അനിത ചേച്ചിയുടെ ഭർത്താവിനെ പിടിച്ച ഉദയേട്ടൻ വിവാഹം നടത്തിയത്. തൻ്റെ നിസ്സഹായാവസ്ഥ അഞ്ജലി വെളിപ്പെടുത്തി. അമ്മ വിഷമം കൊണ്ട് പറഞ്ഞതാ അഞ്ജലി ചേച്ചി അത് കാര്യമാക്കരുത്. ഞങ്ങൾക്ക് അഞ്ജലി ചേച്ചി സ്വന്തം ചേച്ചിയെ പോലെയാ. ഏട്ടത്തമ്മിയായിട്ട് പോലും തോന്നുന്നില്ല. എന്ത് വന്നാലും ചേച്ചി പതറാതെ നിന്നാൽ മതി. സുജിയുടെ കയ്യിൽ അഞ്ജലി മുറുകെ പിടിച്ചു. ഞാനും നിങ്ങളെ അങ്ങനെയല്ലേ മോളെ കാണുന്നത്. നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് മതി ഞങ്ങളുടേതെന്നായിരുന്നു എൻ്റെ മനസ്സിൽ. ഞാനത് പലവട്ടം ഉദയേട്ടനോട് പറഞ്ഞിട്ടുമുണ്ട്. അതൊരു സ്വപ്നം മാത്രമാണ് മോളെ. ഇനി ഏറിയാൽ ഒരാഴ്ച, അതിനുള്ളിൽ വീടും പറമ്പും ജപ്തി ചെയ്ത് ബാങ്കുകാർ കൊണ്ടുപോകും. മക്കളുടെ അച്ഛനെ അടക്കിയ മണ്ണുവിട്ട് ഇവരുടെ കയ്യും പിടിച്ചിറങ്ങേണ്ടി വരും. അദ്ദേഹം മരിച്ച ശേഷം ഇന്നോളം അസ്ഥിത്തറയിൽ വിളക്ക് വയ്ക്കാതിരുന്നിട്ടില്ല.
ഞാൻ ഇവിടം വിട്ട് പോയിട്ടുമില്ല. ജപ്തിക്ക് ഒരു ദിവസം മുമ്പേ കണ്ണടയ്ക്കണമെന്ന പ്രാർത്ഥനയെ എനിക്കുള്ളൂ. ഈ മണ്ണിൽ തന്നെ എനിക്കും കിടക്കാലോ. ചന്ദ്രപ്രഭ നിയന്ത്രണം വിട്ട് കരഞ്ഞു. വാതിക്കൽ ഉദയൻ വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ അഞ്ജലി മിഴികൾ ഒപ്പി എഴുന്നേറ്റു. അയാൾ അകത്തേക്ക് വന്നു. അമ്മയോട് ഞാൻ എത്ര വട്ടം പറഞ്ഞതാ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരില്ലെന്ന്. ഞാൻ കാരണം നഷ്ടമായിട്ടുള്ളത് തിരിച്ചു തരിക തന്നെ ചെയ്യും. അയാൾ അസ്വസ്ഥനായി. കണ്ണീരണിഞ്ഞ മുഖവുമായി ചന്ദ്രപ്രഭ ചാടി എഴുന്നേറ്റു. എങ്ങനെ? ഒരാഴ്ചയായി നീ ഇത് തന്നെ പറയുന്നല്ലോ. ഈ വീടും പറമ്പും എങ്ങനെ നീ വീണ്ടെടുക്കുമെന്നാ? പറയ്. എനിക്കും ഈ പിള്ളേർക്കും വിഷം വാങ്ങിത്തരാൻ നിനക്ക് കഴിയും. അങ്ങനെ ഞങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് രക്ഷിക്കാൻ നിനക്ക് കഴിയും. അല്ലാതെന്തിന് കഴിയുമിടാ നിനക്ക്? അഞ്ജലി വിറങ്ങലിച്ചു പോയി. അമ്മ ഒന്ന് നിർത്ത്, പുറത്ത് ആളുകളുള്ളതാ. സുജ കെഞ്ചി കരഞ്ഞു. എല്ലാം നശിപ്പിച്ചു, പോകാനൊരിടമില്ല. എന്നിട്ടൊരു പാവം പെണ്ണിൻ്റെ കൂടി കൈ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ഈ 2 കുട്ടികളെക്കുറിച്ചെങ്കിലും നീ എന്താടാ ഓർക്കാത്തത്? ഒരേട്ടൻ്റെ കടമ നീ അവരോട് ചെയ്യണ്ടേ? അവരുടെ അച്ഛൻ അവർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചതും നീ കൊള്ളയടിച്ചില്ലേ? കൊള്ളയടിച്ചെന്ന പ്രയോഗം അഞ്ജലിയുടെ മനസ്സിൽ നോവിൻ്റെ ചാല് കീറി. ഉദയൻ്റെ മുഖം തിരിച്ചു കളഞ്ഞു. ഞങ്ങളുടെ ഏട്ടനോട് ഞങ്ങൾക്കൊരു പരാതിയുമില്ല. ഏട്ടൻ സ്വന്തം കാര്യം നോക്കാനും അല്ല അങ്ങനെ ചെയ്തത്. ഞങ്ങളുടെ വിധിയോർത്ത് അമ്മ ഏട്ടനെ ശപിക്കണ്ട. സുജിക്ക് സഹിക്കാനായില്ല. കുറച്ച് തുകയടച്ചാൽ ജപ്തി നടപടിയിൽ നിന്ന് കുറേ കാലം രക്ഷപ്പെടാം. എൻ്റെ സ്വർണം വിറ്റ് നാളെ തന്നെ അത് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരില്ല അമ്മേ, അഞ്ജലി പറഞ്ഞു. അതൊന്നും വേണ്ട മോളെ, എന്തായാലും എല്ലാം പോവും. അതിനിടയ്ക്ക് നിന്റെ ഒരു ഇത്തിരി പൊന്നുകൂടി അതിലേക്ക് വലിച്ചെറിയണ്ട. അഞ്ജലി, നീ ഇറങ്ങി വാ. ഉദയൻ തിരിഞ്ഞു നടന്നു. നിൽക്കടാ, നീ ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. അതങ്ങനെ സാധിക്കുമെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. ചന്ദ്രപ്രഭ ഉദയൻ്റെ നേരെ ചെന്നു. അഞ്ജലി പറഞ്ഞത് കേട്ടില്ലേ? അവളുടെ സ്വർണം തന്നിട്ടാണെങ്കിലും ഈ കുടുംബം ഇവിടെ നിലനിൽക്കുമെന്ന്. അവളുടെ ആ മനസ്സ് മതി എനിക്ക്. ഞാനുണ്ടാക്കിയ കടബാധ്യത ഞങ്ങൾ തീർക്കും. വിശ്വാസം വരുന്നതുവരെ എന്നെ ശപിച്ചോ. എനിക്കത് കഴിയാതെ വന്നാൽ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരില്ല. നീ വരാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാമെടാ. ഇങ്ങനൊരു അവസ്ഥയിൽ നീ ഒരു കല്യാണം കഴിച്ചാൽ ചാടി പുറപ്പെട്ട് എപ്പോഴേ ഞാനത് ഊഹിച്ചതാ. ചന്ദ്രപ്രഭ മുഖം തുടച്ചു. ഒരു ഉറച്ച തീരുമാനം ആ മുഖത്ത് നേടിയിരിക്കുന്നത് അഞ്ജലി കണ്ടു. ഇനി വിഷവും വാങ്ങിവെച്ച് ഞാനും എൻ്റെ മക്കളും ഗേറ്റിൽ കണ്ണു നട്ടിരിക്കും. 3 ശവങ്ങൾ പുറത്തിറക്കിയിട്ടേ അവരെ വീട് ജപ്തി ചെയ്യൂ. ഉദയൻ പുറത്തേക്ക് പോയി. ചേച്ചി, പൂജ അഞ്ജലിയെ നോക്കി കരഞ്ഞു. അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഏട്ടനോട് മാത്രം പറയായിരുന്നു. എന്ത് തെറ്റാ അഞ്ജലി ചേച്ചി ചെയ്തത്? ഏട്ടൻ ചെന്ന് വിളിച്ചപ്പോൾ കൂടെ ഇറങ്ങി പോന്നതല്ലേ അഞ്ജലി ചേച്ചി? 2 വീട്ടുകാരും ചേർന്ന് വിവാഹം നടത്തിയിട്ട് സുജയ്ക്ക് പൂർത്തിയാക്കാനായില്ല. അവൾ കരഞ്ഞുപോയി. എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ മോളെ. ഉദയേട്ടനെ പറ്റി ഒന്നും അറിയാതെയാണ് ഞാൻ ഈ വീട്ടിലേക്ക് വന്നതെങ്കിൽ നീ പറയുന്നത് അംഗീകരിക്കാം. ഉദയേട്ടനെ പോലെ നിങ്ങളുടെ കാര്യത്തിൽ എനിക്കും ഉത്തരവാദിത്തമുണ്ട്. അഞ്ജലി ചെന്ന് സൂട്ട് കേസ് തുറന്നു. എല്ലാം കൂടി 27 പവൻ്റെ സ്വർണ്ണമുണ്ട്. പകുതിയാവുമ്പോൾ വില കുറവില്ല. ഇത് വാങ്ങിയ ഷോപ്പിൽ കൊണ്ടുപോയി വിറ്റാൽ മതി. അപ്പോൾ നിൻ്റെ കൂടെ വരും. എന്നിട്ട് പലിശയെങ്കിലും അടച്ചാൽ കുറേ കാലം നമുക്ക് പിടിച്ചു നിൽക്കാം. അതിനിടയിൽ എന്തെങ്കിലും ഒരു വഴി മുന്നിൽ തെളിയും. അവൾ കയ്യിലും കഴുത്തിലും കിടന്ന ബാക്കി ആഭരണം കൂടി അഴിച്ചു വെച്ചു. വേണ്ട വേണ്ട മോൾ അതുകൂടി കൊണ്ടുപോയിക്കോ. ഈ പൊന്നിൽ കൈവയ്ക്കാൻ നീ ഒരിക്കലും അവനെ സമ്മതിക്കരുത്. നിന്റെ ആകെയുള്ള കരുതൽ ഇതാ മോളെ. ഇക്കാര്യത്തിൽ അവനെ നീ വിശ്വസിക്കരുത്. ചന്ദ്രപ്രഭ വേഗം ചെന്ന് സൂട്ട് കേസ് അടച്ചു. സ്നേഹത്തേക്കാൾ വലിയ എന്ത് കരുതൽ അമ്മയുള്ളത്? ഞാനിത് കൂടെ കൊണ്ടുപോവില്ല. ഏതോ ഒരു നാട്ടിൽ ഒരു വാടക വീട്ടിൽ ഇതെങ്ങനെ കൊണ്ടുപോകും? 2 പേർക്കും ജോലിക്ക് പോകാനുള്ളതല്ലേ. ഉദയേട്ടൻ കെട്ടിയ ഈ താലിമാല മാത്രം മതി എനിക്ക്. സുജയും പൂജയും മുഖാമുഖം നോക്കി. ഇനി ഇത് വിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ തന്നെ ഇതിവിടെ ഇരിക്കട്ടെ. 2 മാസത്തിനുള്ളിൽ നമുക്ക് സുജയുടെ വിവാഹം നടത്താം. കല്യാണ ചെലവിൻ്റെ പണം മാത്രം കണ്ടെത്തിയാൽ പോരെ? അത് പ്രയാസമുള്ള കാര്യമേ അല്ല. ഞാനതേറ്റു. പകച്ചു നിന്ന മുഖങ്ങളിൽ നോക്കി അഞ്ജലി മന്ദഹസിച്ചു. സുജയ് പെയ്യാൻ വെമ്പി പൊട്ടി നിന്നു. പിന്നെയുള്ളത് പൂജയുടെ കാര്യം. അവൾ +2 ആയിട്ടല്ലേ ഉള്ളൂ. അവളെ ഓർത്ത് അമ്മ വിഷമിക്കുകയേ വേണ്ട. എനിക്കൊരു അനിയനില്ലേ അമ്മേ, എൻ്റെ പൊന്നുമോളെ. ചന്ദ്രപ്രഭ പൊട്ടിക്കരഞ്ഞു. അഞ്ജലി ചന്ദ്രപ്രഭയുടെ ദുർബലമായ കൈ പിടിച്ചു. ഈ കൈകൊണ്ട് എത്രയോ തവണ അമ്മ എനിക്ക് ഭക്ഷണം തന്നിട്ടുണ്ട്. അത് മറക്കാൻ കഴിയുമോ എനിക്ക്? എന്തു വന്നാലും ഞാനുണ്ടമ്മേ. സമയദോഷം കൊണ്ട് ഉദയേട്ടനെ പറ്റിപ്പോയ തെറ്റ് നമ്മളല്ലേ ക്ഷമിക്കേണ്ടത്. സുജിയും പൂജയും ഓടി വന്ന് അഞ്ജലിയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അഞ്ജലി 2 പേരെയും മുറുകെ ചേർത്തണച്ചു.
ഒരവിവേകവും കാട്ടരുത്. അങ്ങനെ ചെയ്താൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലാതാവും. നിങ്ങൾക്കൊരു ജീവിതമുണ്ട് മക്കളെ. നിങ്ങളെ അഞ്ജലി ചേച്ചി അവിടെ കൊണ്ടെത്തിക്കും. മുറിക്ക് പുറത്ത് ഉദയൻ നിൽപ്പുണ്ടായിരുന്നു. ഈ ഒരു മനസ്സ് നിനക്കിനിയും ഉണ്ടായ മാത്രം മതി. താൻ എന്ത് ലക്ഷ്യമിട്ടോ അത് നടത്തിയിരിക്കും, അയാൾ മനസ്സിൽ മന്ത്രിച്ചു. യാത്ര കുറച്ചുകൂടി വൈകി മതിയെന്ന് നിശ്ചയിച്ച് ഉദയൻ അവിടെ നിന്ന് പോയി. ഇടത്തെ ചുമലിൽ അമർത്തിപ്പിടിക്കുന്നതറിഞ്ഞ് അഞ്ജലി കണ്ണുകൾ തുറന്നു. ഡോർ തുറന്നു പിടിച്ച് ഉദയൻ പുറത്തു നിൽപ്പുണ്ടായിരുന്നു. കാർ എവിടെയോ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇതാ ചായ. കടുപ്പമുള്ള ചായ അവളുടെ നേരെ നീട്ടി. അതിൽ നിന്ന് ഏലക്കാ മണമുള്ള ആവി പൊന്തുന്നുണ്ടായിരുന്നു. എവിടെ എത്തി? ചായ ഗ്ലാസ് വാങ്ങിയിട്ട് അവൾ പുറത്തേക്ക് നോക്കി. നേരം പുലർന്നു വരുന്നതേയുള്ളൂ. മേട്ടുപാളയം. ഇനി ഒരു 2.5 മണിക്കൂർ യാത്രയേ ഉള്ളൂ നമ്മുടെ സ്ഥലത്തെത്താൻ. ഉദയൻ അവിടെ നിന്ന് പോയി. ഒരു ടീ ഷോപ്പിൻ്റെ മുന്നിലാണ് കാർ നിർത്തിയിരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ആവി ഊതി ചായ കുടിച്ചു. കൊയിലാണ്ടിയിൽ നിന്ന് തിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഒരു സർപ്രൈസ് ഉദയേട്ടൻ തന്നു. വണ്ടി എങ്ങോട്ട് പോകുന്നതെന്ന് ശ്രദ്ധിക്കാതെ കാറിലിരിക്കുകയായിരുന്നു. കാർ ചെന്ന് നിന്നപ്പോഴാണ് വരവ് വീട്ടിലേക്കാണെന്ന് അറിഞ്ഞത്. അച്ഛനെ ഒരിക്കൽ കൂടി കണ്ട് അനുഗ്രഹം വാങ്ങാൻ അങ്ങനെ സാധിച്ചു. തൻ്റെ മനസ്സറിഞ്ഞതിൽ എന്തെന്നില്ലാത്ത സന്തോഷമാണ് ഉണ്ടായത്. താനും ഉദയേട്ടൻ്റെ മനസ്സറിഞ്ഞു തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഉദയേട്ടൻ്റെ അമ്മ എത്ര നിർബന്ധിച്ചിട്ടും താൻ കൊണ്ടുചെന്ന ഒരു തരി പൊന്നു പോലും കൂടെ കൊണ്ടുവന്നില്ല. ഒന്നുകിൽ അവർക്കത് വിറ്റ് പലിശ അടയ്ക്കാം, അല്ലെങ്കിൽ സുജിക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാം. ഉദയേട്ടൻ അത് ആഗ്രഹിച്ചിരുന്നെന്ന് വ്യക്തമായ കാര്യമാണ്. ഇപ്പോൾ എല്ലാം മനസ്സിലാവുന്നുണ്ട്. അമ്മയെ തണുപ്പിക്കാനാണ് സതീശൻ ചേട്ടനെ വശത്ത് പിടിച്ച് ഉദയേട്ടൻ അത്രയും സ്വർണം ആവശ്യപ്പെട്ടത്. തന്നോട് അമ്മയ്ക്കൊരു അപ്രതിയും തോന്നരുത്. എത്ര മനസ്സ് തുറന്ന് സ്നേഹിച്ചാലും പരസ്പരം പങ്കിടാൻ കഴിയാത്ത കാര്യങ്ങളും ഉണ്ടാവും. ഉദയനും ഡ്രൈവറും തിരിച്ചു വന്നു. മേട്ടുപാളയത്ത് നിന്ന് ഊട്ടിയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. കൗങ്ങിൻ തോപ്പുകൾ അതിവേഗം പിന്നിലേക്ക് ഓടിമറഞ്ഞു. മാഡം ഊട്ടിക്ക് വന്നിട്ടില്ലേ? ഹെയർ പിൻ വളവ് തിരിഞ്ഞ് കയറ്റം കയറി തുടങ്ങുമ്പോൾ ഡ്രൈവ് ചെയ്തിരുന്ന മോനിച്ചൻ ചോദിച്ചു. ഞാൻ ഇതുവരെ വന്നിട്ടില്ല. പുറംകാഴ്ചകളുടെ ഭംഗി കണ്ട് അഞ്ജലി പറഞ്ഞു. ഇതിനേക്കാൾ രസകരമായ യാത്ര ട്രെയിനിലാ. രാവിലെ 7 മണിക്ക് മേട്ടുപാളയത്തിൽ നിന്ന് ട്രെയിൻ പുറപ്പെടും. 46 കിലോമീറ്ററേ ഉള്ളുവെങ്കിലും 5 മണിക്കൂറിനടുത്തെത്തും ഊട്ടിയിലെത്താൻ. ടിക്കറ്റ് എടുത്ത് പോകാനാണെങ്കിൽ വെളുപ്പിന് 2 മണിക്ക് വന്ന് ക്യൂ നിൽക്കണം, അല്ലെങ്കിൽ ബുക്ക് ചെയ്യണം. ഓൺലൈൻ വഴി ചെയ്യാവുന്നതേയുള്ളൂ, മോനിച്ചൻ പറഞ്ഞു. നമുക്കൊക്കെ അതിനെവിടെയാ സമയം? വരവും പോക്കും ഓടിപ്പാഞ്ഞല്ലേ, ഉദയൻ പ്രതികരിച്ചു. ഇനി അതിനൊക്കെ സമയം ഉണ്ടാവും സാറേ. ഫാമിലി ആയില്ലേ? മോനിച്ചൻ ചിരിച്ചു. അയാൾ സഹകരിക്കാൻ നല്ലയാളാണെന്ന് അഞ്ജലി വിലയിരുത്തി. ഹാർലി ബംഗ്ലാവിലേക്കല്ലേ സാറേ? അതെ, ഉദയൻ പറഞ്ഞു. അടുത്ത ഹെയർപിൻ വളവ്. കാർ ഓടിക്കയറി. സാറിൻ്റെ കാര്യത്തിൽ ലാലിച്ചനൊരു പ്രത്യേക താല്പര്യമുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും ഹാർട്ട്ലി ബംഗ്ലാവ് വിട്ടുതരില്ല. അതൊരു സ്മാരകം പോലാ ഇപ്പം മൂപ്പര് വച്ചേക്കുന്നത്. എല്ലാവരും അദ്ദേഹത്തെ ലാലിച്ചൻ എന്നാണ് വിളിക്കുന്നത്. അഞ്ജലി സംശയം ചോദിച്ചു. അതെ മേഡം, ലാലിച്ചൻ അതാ ഇഷ്ടം. മുതലാളി എന്നോ സാറെന്നോ ആരെങ്കിലും വിളിച്ചാൽ അപ്പം തിരുത്തും. കണ്ട ഗൗരവക്കാരനാണെങ്കിലും ഉള്ളുകൊണ്ട് പാവാ. ഞാനിപ്പോൾ ജീവിച്ചിരിക്കാനുള്ള കാരണം തന്നെ ലാലിച്ചൻ്റെ കൃപയാ. കർത്താവ് കഴിഞ്ഞ എൻ്റെ ദൈവം ലാലിച്ചനാ. മോനിച്ചന് സ്തുതി ചൊല്ലിയിട്ട് മതിയായില്ല. ഉദയൻ ഈർഷ്യ തോന്നി. മോനിച്ചൻ സൂക്ഷിച്ച് വണ്ടിയൊടിക്ക്. കൂനൂർ വരെ ഇതുപോലുള്ള ഹെയർപിൻ വളവുകളാ. വളവ് തിരിഞ്ഞു വരുന്ന വാഹനങ്ങൾ കാണാൻ വേണ്ടി വലിയ മിറർ വെച്ചിരിക്കുന്നത് അഞ്ജലി കണ്ടു. താഴെ നീലപ്പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന മരങ്ങൾ കണ്ടു തുടങ്ങി. എന്തു ഭംഗിയാ ഉദയേട്ടാ. അതാണ് ജക്കറാൻഡ. ഊട്ടിയിൽ സീസൺ തുടങ്ങുമ്പോൾ എവിടെ നോക്കിയാലും നീലപ്പൂവിട്ട ജക്കറാൻഡ മരങ്ങൾ കാണാം. കാർ കൂനൂർ ടൗണിലേക്ക് പ്രവേശിച്ചു. അത് ഊട്ടിയിലേക്കുള്ള വഴിയാ. നമ്മൾ ഇവിടുന്ന് തിരിയും. ഇന്നോവ കോത്തഗിരി റോഡ് തിരിഞ്ഞു. ചെറിയൊരു കയറ്റം കയറി ബെഡ്ഫോർഡ് ചെന്ന് വീണ്ടും തിരിഞ്ഞു. യാത്ര തണുപ്പ് നിറഞ്ഞ ഡോൾഫ്നോസ് റോഡിലൂടെയായി. പച്ചപ്പ് വാർത്ത തേയിലത്തോട്ടങ്ങൾ കൺമുന്നിൽ തെളിയാൻ തുടങ്ങി. ഇടയ്ക്കിടെ കൊടുങ്കാടുകൾക്കുള്ളിലൂടെ വണ്ടി ഓടി. വീണ്ടും തേയിലത്തോട്ടങ്ങൾ. അകലെ താഴ്വരങ്ങൾക്കപ്പുറം കൊടുമരങ്ങൾ. എവിടേക്കാണ് ജീവിതം വേരോടെ പറിച്ചെടുക്കാൻ പോകുന്നതെന്നറിയാതെ അഞ്ജലി ഇരുന്നു. ഇവിടം മുതൽ ലാലിച്ചൻ്റെ തോട്ടമാ, ഉദയൻ പറഞ്ഞു. ഡോൾഫ്നോസ് പോയിന്റിലേക്ക് പോകാതെ കാർ മുന്നോട്ട് ഓടി. കുറച്ചു ദൂരം ചെന്ന് വലതുഭാഗം തിരിഞ്ഞ് കയറ്റം കയറി. ഇത് ഹാർട്ട്ലി ബംഗ്ലാവിലേക്കുള്ള വഴിയാ.
ഈ മലയുടെ നെറുകയില ബംഗ്ലാവ്. ഓഫീസും ഫാക്ടറിയും തൊഴിലാളിയും മലയുടെ താഴെയാ. ഉദയൻ വിശദീകരിച്ചു. ഹാർട്ട്ലി ബംഗ്ലാവ് എന്ന് വെച്ചാൽ? അങ്ങനെ പറഞ്ഞാൽ നമുക്ക് താമസിക്കാൻ ലാലിച്ചൻ വിട്ടു തന്ന പഴയ ബംഗ്ലാവാ. വർഷങ്ങൾക്ക് മുമ്പ് ഹാർട്ട്ലി എന്നൊരു സായിപ്പ് പണി കഴിപ്പിച്ചതാ. തേയിലത്തോട്ടം അപ്രതീക്ഷിതമായി. കഷ്ടിച്ച് ഒരു വാഹനം പോകുന്ന റോഡിന്റെ ഇരുഭാഗത്തും കാട്ടുമരങ്ങളായിരുന്നു. ഇന്നോവ കയറ്റം വലിച്ചു കയറി മലമുകളിലെത്തി. കരിങ്കല്ലിൽ പണിത ഒരു ബംഗ്ലാവ് അഞ്ജലിയുടെ മുന്നിൽ തെളിഞ്ഞു വന്നു. നീലപ്പൂക്കൾ ചൂടിയ ജക്കാരാന്റെ മരങ്ങൾക്കിടയിൽ ഹാർട്ട്ലി ബംഗ്ലാവ് തലയുയർത്തി നിൽപ്പുണ്ടായിരുന്നു. മലയുടെ നെറുകയിൽ ചുറ്റിക്കെട്ടിയ ഉയരം കുറഞ്ഞ ചുറ്റുമതിലിനുള്ളിലാണ് ബംഗ്ലാവ് നിൽക്കുന്നത്. ഭംഗിയുള്ള പൂന്തോട്ടം, പച്ചച്ചായമടിച്ച ഇരുമ്പ് ബെഞ്ചുകൾ. ബംഗ്ലാവിന്റെ മുന്നിൽ ഇന്നോവ കിതപ്പടക്കി നിന്നു. ഇറങ്ങി വാ, അവൾ ഡോർ തുറന്നതും തണുത്ത വായു അവളെ വന്ന് പുൽകി. ഉദയൻ അവളുടെ അടുത്തേക്ക് വന്നു. അങ്ങോട്ട് നോക്ക്, അത് ഡോൾഫിൻ നോസും അതിനപ്പുറം കാണുന്നത് കൂനൂരിലെ ഏറ്റവും ഭംഗിയുള്ള പ്രകൃതി സൗന്ദര്യവുമാണ്. അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. മറ്റേതോ ലോകത്ത് വന്ന് എത്തിപ്പെട്ടതുപോലെ അഞ്ജലി സ്തബ്ധയായി നിന്നു. ഇഷ്ടായില്ലേ? ഉദയൻ ചിരിയോടെ ആരാഞ്ഞു. ഇവിടെ നമ്മളെങ്ങനെ തനിച്ച് താമസിക്കും? അവളുടെ സ്വരത്തിൽ നിഴലിച്ചത് ഭയവും ഉത്കണ്ഠവുമായിരുന്നു. ഒരു വാച്ചറുണ്ട്, പിന്നെ സഹായത്തിന് ഒരു സ്ത്രീയെ കൂടി വയ്ക്കാം. ഇവിടെ വേറെ ശല്യമുണ്ടാവില്ല. ലാലിച്ചൻ്റെ സുഹൃത്തുക്കളായ VIP-കളൊക്കെ ഇവിടെ വന്ന് 1-2 ആഴ്ച താമസിക്കാറുണ്ട്. മോനിച്ചൻ കാറിൽ നിന്ന് ബാഗുകൾ ഇറക്കി വെച്ചു. പുറമേ കാണുന്നത് പോലൊന്നുമല്ല ബംഗ്ലാവിൻ്റെ അകം. ഒരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ സെറ്റപ്പാ. അഞ്ജലി വാ. ബംഗ്ലാവിൻ്റെ വലതുഭാഗത്ത് നിന്ന് 60-നടുത്ത് പ്രായമുള്ള വെളുത്തു മെലിഞ്ഞ ഒരു മനുഷ്യൻ ഓടി വന്നു. കറുത്ത മുണ്ടും പിഞ്ഞി തുടങ്ങിയ കമ്പിളിയുടുപ്പുമായാണ് വേഷം. തലയിൽ ചെവി മറിച്ച് ചുവന്ന മങ്കി ക്യാപ്പ്. വണക്കം സാർ. ഭവ്യതയോടെ അയാൾ ചിരിച്ചു. ഇത് സീതാരാമൻ. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത് ഇയാളാ. നിങ്ങൾ ബാഗുകൾ എടുത്തു വാ. ശരി സാർ. അഞ്ജലിയെ കൂട്ടി ഉദയൻ ബംഗ്ലാവിലേക്ക് നടന്നു. വലിയ വാതിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു മായിക ലോകത്തേക്ക് എന്നവണ്ണമാണ് ഉദയന്റെ കൂടെ അഞ്ജലി അകത്ത് പ്രവേശിച്ചത്. പെട്ടെന്ന് പിടിച്ചു നിർത്തിയതുപോലെ 2 പേരും ഹാളിൽ നിന്നു. ഹാളിന്റെ ഒത്ത നടുവിൽ ഒരു മധ്യവയസ്കൻ ഇരിക്കുന്നത് കണ്ട് അഞ്ജലി പകച്ചു. ഇര കാത്തിരിക്കുന്ന വന്യമൃഗത്തിന്റെ നോട്ടമായിരുന്നു. അഞ്ജലി പേടിയോടെ ഉദയനെ നോക്കി. മന്ത്രിക്കും പോലെ ഉദയൻ പറഞ്ഞു, ലാലിച്ചന. നോവൽ തുടരും.